2026 ഓസ്കാർ പുരസ്കാരമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അതായത് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ഓസ്കാർ പുരസ്കാരങ്ങളാണ്. അതായത് 98ാമത് ഓസ്കാർ അവാർഡ്സ് 2026. അപ്പൊ ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും 1-2 മാർക്ക് ഈ ഒരു ക്ലാസ്സിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ക്ലാസ് അവസാനം വരെ നമ്മുടെ എല്ലാ കൂട്ടുകാരും കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. 98ാമത് ഓസ്കാർ അവാർഡ്സ് 2026 കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച 2026 ഓസ്കാർ പുരസ്കാരമാണ് പഠിക്കാൻ പോകുന്നത്. അതാണ് 98ാമത് ഓസ്കാർ അവാർഡ്സ് 2026. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം, 2026 പ്രഖ്യാപിച്ച ഓസ്കാർ പുരസ്കാരങ്ങൾ എത്രാമത്തെ ഓസ്കാർ പുരസ്കാരമാണ് 2026 പ്രഖ്യാപിച്ചതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. എത്രാമത്തെയാണ്? 98ാമതാണ് കേട്ടോ. പഠിച്ചു വെക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. 98ാമത് ഓസ്കാർ അവാർഡ്സ് 2026. നമുക്ക് നോക്കാം. 98ാമത് ഓസ്കാർ അവാർഡ്സ് 2026 പ്രഖ്യാപിച്ച തീയതി എന്ന് പറഞ്ഞാൽ പഠിച്ചു വെക്കണം. 2026 മാർച്ച് 15-നാണ് പ്രഖ്യാപിച്ചത് എന്നാണ്. 2026 മാർച്ച് 15-നാണ്, അമേരിക്കൻ സമയത്താണ് പ്രഖ്യാപിച്ചത് കേട്ടോ. പഠിച്ചു വെക്കണം. അമേരിക്കൻ സമയപ്രകാരമാണ് മാർച്ച് 15 എന്ന് പറയുന്നത്. പഠിച്ചു വെക്കുക. 98ാമത് ഓസ്കാർ അവാർഡ്സ് 2026 പ്രഖ്യാപിച്ച തീയതി എവിടെയാണ് എന്നാണ്? 2026 മാർച്ച് 15. 2026 മാർച്ച് 15. വേദി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓസ്കാർ പ്രഖ്യാപിക്കുന്ന വേദി ഡോൾബി തിയേറ്റർ, ഹോളിവുഡ്, ലോസ് ഏഞ്ചൽസ് എന്നാണ്. അപ്പൊ ഡോൾബി തിയേറ്റർ, ലോസ് ഏഞ്ചൽസിലെ ഡോൾബി തിയേറ്ററിലാണ് നമ്മുടെ ഓസ്കാർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത്. അപ്പൊ അവതാരകൻ ആരാന്ന് നോക്കാം. അവതാരകൻ കോനൻ ഒബ്രയാൻ ആണ് കേട്ടോ. കോനൻ ഒബ്രയാൻ ആണ് അവതാരകനായിട്ട് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് തുടർച്ചയായി 2ാം തവണയാണ് അദ്ദേഹം ഈ ഒരു അവതാരകനാവുന്നത്. നമുക്കറിയാം, 97ാമത്തെ ഓസ്കാർ പുരസ്കാരത്തിലും അവതാരകൻ കോനൻ ഒബ്രയാൻ ആണ്. അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ, അതായത് ഈ വർഷത്തെ ഓസ്കാർ പുരസ്കാരത്തിലെ അവതാരകനും അദ്ദേഹം തന്നെയാണ്, കോനൻ ഒബ്രയാൻ ആണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. അവതാരകൻ ആരാണ്? കോനൻ ഒബ്രയാൻ ആണ്. അപ്പൊ തുടർച്ചയായ 2ാം തവണയാണ് കോനൻ ഒബ്രയാൻ അവതാരകൻ ആവുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. ആകെ 24 വിഭാഗങ്ങളിലാണ് അവാർഡ് നൽകുന്നത്. പഠിച്ചു വെക്കണേ. ആകെ 24 വിഭാഗങ്ങളിലാണ് അവാർഡ് നൽകുന്നത്. കഴിഞ്ഞ തവണ 23 വിഭാഗങ്ങളിലായിരുന്നു അവാർഡ് നൽകിയിരുന്നത് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം, 98ാമത് ഓസ്കാർ അവാർഡ്സ് 2026 എത്ര വിഭാഗങ്ങളിലാണ് അവാർഡ് നൽകുന്നതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. എത്ര വിഭാഗങ്ങളിലാണ്? ആകെ 24 വിഭാഗങ്ങളിലാണ് അവാർഡ് നൽകിയത് കേട്ടോ. അപ്പൊ കഴിഞ്ഞ തവണ, അതായത് 97ാമത് ഓസ്കാർ അവാർഡ് വരെയും 23 വിഭാഗം മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ ഈ വർഷം 24 ആയിട്ടുണ്ട്. അതിന് കാരണം 25 വർഷങ്ങൾക്ക് ശേഷം പുതിയതായ മികച്ച കാസ്റ്റിംഗ് എന്ന വിഭാഗത്തിൽ അവാർഡ് നൽകുന്നു. പഠിച്ചു വെക്കണേ. അപ്പൊ 25 വർഷങ്ങൾക്ക് ശേഷം പുതിയതായി മികച്ച കാസ്റ്റിംഗ് എന്ന വിഭാഗത്തിൽ അവാർഡ് നൽകുന്നു. ആ അവാർഡ് കൂടെ കൂട്ടിയാണ് ഈ വർഷം 24 വിഭാഗങ്ങളിൽ അവാർഡ് നൽകിയത്. അപ്പൊ നമുക്ക് ഇനി ഓരോ അവാർഡുകളും നമ്മൾ പഠിച്ചു പോകാം. മികച്ച ചിത്രം 2026 98ാമത് ഓസ്കാർ അവാർഡ്സിലെ മികച്ച ചിത്രമായിട്ട് തെരഞ്ഞെടുത്തത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്നാണ്. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്നാണ്. നമ്മുടെ ആ ചിത്രത്തിന്റെ ഒരു പോസ്റ്ററാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തേക്കുന്നത്. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. നമുക്കറിയാം, ഈ ഒരു 2026 വർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? കുറെ യുദ്ധങ്ങൾ, ഇപ്പോഴും യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുമല്ലേ. യുദ്ധങ്ങൾ ഒന്ന് കഴിഞ്ഞാൽ ഒന്നിനു മീതെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുമല്ലേ. ആദ്യം പാലസ്തീൻ ഇറാൻ യുദ്ധമായിരുന്നു. അതിനുശേഷം ഇപ്പം എന്താണ്? ഇസ്രായേൽ ഇറാൻ യുദ്ധമായിരുന്നു. അങ്ങനെ ഓരോ യുദ്ധങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ്, ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോ യുദ്ധങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് വെച്ച് തന്നെ പഠിച്ചു വെക്കണം. 2026 ഓസ്കാർ പുരസ്കാരത്തിലെ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ഏതിനാണ്? വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. പഠിച്ചു വെക്കണേ. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. അപ്പൊ മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുത്തത് ഈ ഒരു ചിത്രത്തിന്റെ തന്നെ സംവിധാനം ആണ്. അതായത് സംവിധാനം ചെയ്ത ആളാണ് പോൾ തോമസ് ആൻഡേഴ്സൺ ആണ് കേട്ടോ. അപ്പൊ മികച്ച സംവിധായകൻ ആരാണ്? പോൾ തോമസ് ആൻഡേഴ്സൺ. ചിത്രം ഏതാണ്? വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്ത് പഠിച്ചു പോണേ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് 1 മാർക്ക് ചോദിക്കും. അപ്പൊ 2026 98ാമത് ഓസ്കാർ പുരസ്കാരത്തിലെ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത്
വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. നമുക്കറിയാം ഈ ഒരു വർഷം 2026 എന്ന് പറയുമ്പോൾ ഒന്നിനു പുറമെ ഒന്നായിട്ടുള്ള യുദ്ധങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പഠിച്ചു വെക്കണം. 2026 ഓസ്കാറിലെ മികച്ച ചിത്രമാണ് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. അപ്പൊ 98ാമത് ഓസ്കാർ പുരസ്കാരത്തിലെ മികച്ച സംവിധായകനായിട്ട് തെരഞ്ഞെടുത്തത് പോൾ തോമസ് ആൻഡേഴ്സിനെയാണ്. പോൾ തോമസ് ആൻഡേഴ്സിനെയാണ്. നമ്മുടെ ഈ ഒരു വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ചിത്രത്തിന്റെ സംവിധായകനാണ് പോൾ തോമസ് ആൻഡേഴ്സൺ. പഠിച്ചു വെക്കണേ. മികച്ച ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. മികച്ച സംവിധായകൻ പോൾ തോമസ് ആൻഡേഴ്സൺ ആണ്. ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ്. രണ്ടും തമ്മിൽ കണക്ട് ചെയ്ത് പഠിച്ചു പോണേ. ഈ ഒരു ചിത്രത്തിന്റെ സംവിധായകനാണ് പോൾ തോമസ് ആൻഡേഴ്സൺ കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കിനി അടുത്ത നോക്കാം. അടുത്ത പുരസ്കാരം മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് മൈക്കിൾ ബി ജോർദൻ ആണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ഫോട്ടോയാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തേക്കുന്നത്. അപ്പൊ മികച്ച നടനുള്ള പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? മൈക്കിൾ ബി ജോർദൻ ആണ് കേട്ടോ. ജോർദനാണ്, മൈക്കിൾ ബി ജോർദൻ ആണ്. ചിത്രം സിന്നേഴ്സ് എന്ന് പറഞ്ഞ ചിത്രമാണ്. സിന്നേഴ്സ് പഠിച്ചു നോക്കണേ. 98ാമത് ഓസ്കാർ പുരസ്കാരം 2026 മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് മൈക്കിൾ ബി ജോർദൻ. ചിത്രം ഏതാണ്? സിന്നേഴ്സ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. മികച്ച നടൻ ആരാണ്? മൈക്കിൾ ബി ജോർദൻ. ചിത്രം ഏതാണ്? സിന്നേഴ്സ് ആണ്. അദ്ദേഹത്തിന്റെ ഫോട്ടോയാണ് ഇവിടെ ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ. മൈക്കിൾ ബി ജോർദാൻ. ചിത്രം സിന്നേഴ്സ്. നമുക്കിനി മികച്ച നടി ആരെന്ന് നോക്കാം. മികച്ച നടിയായിട്ട് തെരഞ്ഞെടുത്തത് ജെസ്സി ബക്സിയാണ് കേട്ടോ. ജെസ്സി ബക്സിയാണ് മികച്ച നടിയായിട്ട് തെരഞ്ഞെടുത്തത്. ചിത്രം ഹാംനെറ്റ് എന്ന് പറഞ്ഞ ചിത്രമാണ്. നമുക്ക് ഈ ഫോട്ടോ കാണുന്ന ഈ ഒരു സുന്ദരിയാണ് ജെസ്സി ബക്സി കേട്ടോ. നമുക്കറിയാം മികച്ച നടിമാരെപ്പോഴും സുന്ദരികളായിരിക്കും. അപ്പൊ കണക്ട് ചെയ്തോണം. മികച്ച നടി ആരാണ്? ജെസ്സി ബക്സിയാണ്. ഈ ഫോട്ടോ കാണുന്ന സുന്ദരിയാണ്. അപ്പൊ മികച്ച നടിയായിട്ട് തെരഞ്ഞെടുത്ത ആരെയാണ്? ജെസ്സി ബക്സിയാണ്. ചിത്രം ഏതാണ്? ഹാംനെറ്റ്. മികച്ച നടി ജെസ്സി ബക്സി. 98ാമത് ഓസ്കാർ പുരസ്കാരം 2026 മികച്ച നടി ആരാണ്? ജെസ്സി ബക്സിയാണ്. ചിത്രം ഏതാണ്? ഹാംനെറ്റ്. മറക്കരുതേ. അപ്പൊ അടുത്ത പോയിന്റ് നോക്കാം. അടുത്തത് മികച്ച ഛായാഗ്രഹണമായിട്ട്, അതായത് സ്ക്രീൻ പ്ലേ മികച്ച ഛായാഗ്രഹണമായിട്ട് തെരഞ്ഞെടുത്തത് ആരെയാണ്? മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം നേടിയത് ഓട്ടം ഡുറാൾഡ് ആർക്കപ്പോ ആണ് കേട്ടോ. ഓട്ടം ഡുറാൾഡ് ആർക്കപ്പോ ആണ്. സിന്നേഴ്സ് എന്ന് പറഞ്ഞ ചിത്രത്തിനാണ് ഓട്ടം ഡുറാൾഡ് ആർക്കപ്പോവിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് കേട്ടോ. അപ്പൊ ഈ ഒരു പുരസ്കാരം നമ്മൾ എടുത്തു പറയാൻ കാര്യം ഇതിനൊരു പ്രത്യേകതയുണ്ട്. അതായത് ഈ വിഭാഗത്തിൽ, അതായത് ഛായാഗ്രഹണ വിഭാഗത്തിൽ പുരസ്കാരം നേടുന്ന ആദ്യ വനിതയും ആദ്യ കറുത്ത വർഗ്ഗക്കാരിയുമാണ് ഓട്ടം ഡുറാൾഡ് ആർക്കപ്പാവ് കേട്ടോ. പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ തന്നിട്ടൊക്കെ ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. പഠിച്ചു വെക്കുക. അപ്പം 98ാമത് ഓസ്കാർ പുരസ്കാരത്തിലെ മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം നേടിയത് ആരാണ്? ഓട്ടം ഡുറാൾഡ് ആർക്കപ്പോവ്. ചിത്രം ഏതാണ്? സിന്നേഴ്സ് ആണ്. എന്താണ് ഈ അവാർഡിന്റെ പ്രത്യേകത? ഈ ഓട്ടം ഡുറാൾഡ് ആർക്കപ്പോവ് ഈ ഒരു ഛായാഗ്രഹണ വിഭാഗത്തിൽ പുരസ്കാരം നേടുന്ന ആദ്യ വനിതയും ആദ്യ കറുത്ത വർഗ്ഗക്കാരിയുമാണ് ഓട്ടം ഡുറാൾഡ് ആർക്കപ്പോവ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, അറിഞ്ഞിരിക്കണേ. അടുത്ത പോയിന്റ്, മികച്ച ഒറിജിനൽ തിരക്കഥയ്ക്കുള്ള പുരസ്കാരം നേടിയത് റയാൻ കൂഗ്ലർ ആണ് കേട്ടോ. മികച്ച ഒറിജിനൽ തിരക്കഥ റയാൻ കൂഗ്ലറിനാണ് പുരസ്കാരം നേടിയത്. ചിത്രം സിന്നേഴ്സ് എന്ന് പറഞ്ഞ നമ്മുടെ ചിത്രത്തിനാണ്. സിന്നേഴ്സ് എന്ന് പറഞ്ഞ ചിത്രം പഠിച്ചു വെക്കണം. മികച്ച തിരക്കഥ റയാൻ കൂഗ്ലർ ആണ്. ചിത്രം ഏതാണ്? സിന്നേഴ്സ് ആണ്. അതുപോലെ തന്നെ മികച്ച വിദേശ ഭാഷാ ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് സെന്റിമെന്റൽ വാല്യൂ എന്ന് പറഞ്ഞ സിനിമയാണ്. സെന്റിമെന്റൽ വാല്യൂ. അപ്പൊ മികച്ച വിദേശ ഭാഷാ ചിത്രം ഏതാണ്? സെന്റിമെന്റൽ വാല്യൂ ആണ്. അതായത് നോർവേയിൽ നിന്നുള്ള ഒരു ചിത്രം ആദ്യമായാണ് ഈ വിഭാഗത്തിൽ പുരസ്കാരം നേടുന്നത് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം നമ്മൾ. എന്താണ് മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള പുരസ്കാരം നേടുന്ന ആദ്യ ചിത്രമാണ്. നോർവേയിൽ നിന്നുള്ള ആദ്യ ചിത്രമാണ് എന്താണ് ഈ ഒരു വിദേശ ഭാഷാ ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത്. ഏതാണ് ആ ചിത്രം? സെന്റിമെന്റൽ വാല്യൂ. മികച്ച വിദേശ ഭാഷാ ചിത്രം സെന്റിമെന്റൽ വാല്യൂ. മറക്കരുത്, സെന്റിമെന്റൽ വാല്യൂ. അപ്പൊ നമുക്ക് സെന്റിമെന്റൽ വാല്യൂ. അപ്പൊ നമുക്ക് അടുത്തൊരു പോയിന്റ് പറയാം. അതായത് നമ്മളൊരു 10th ലെവൽ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടെലഗ്രാം ചാനലിൽ റെക്കോർഡൽ ക്ലാസ്സസ് ആയിരിക്കും വരുന്നത്. കമ്പനി ബോർഡ് LGS, അതുപോലെ തന്നെ VFA, ബെവ്കോൾഡി തുടങ്ങിയ പരീക്ഷകൾക്കായിട്ടുള്ള ഒരു ടെലഗ്രാമിലുള്ള ഒരു ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സസ്, PDF നോട്ട്സ്, SCRT ബേസ്ഡ് ക്ലാസ്സസ്, PYQ ഡിസ്കഷൻസ്, എക്സാം ഓറിയന്റഡ് ക്ലാസ് ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ 10th ലെവൽ ബാച്ചിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ 400 രൂപ മാത്രമാണ്. അപ്പോൾ താല്പര്യമുള്ളവർ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമ്മൾ ഡെയിലി 1 hour ലൈവ് ക്ലാസ്സസ് ആണ്. എല്ലാ ദിവസവും വൈകുന്നേരം 7:30 തൊട്ട് 8:30 വരെയുള്ള ലൈവ് ക്ലാസ്സസ് ആണ്. ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡഡ്
സെക്ഷൻ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അതുപോലെ തന്നെ ക്വാളിറ്റി PDF നോട്ട്സ്, നമ്മൾ ഈ നോട്ട്സ് എല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ, റിവിഷൻ ക്ലാസ്സസ്, നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ബാച്ചിന്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസമാണ്. 6 മാസത്തിനുള്ളിലാണ് ഇനി എല്ലാ പരീക്ഷകളും വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. താല്പര്യമുള്ള കൂട്ടുകാർ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. നമുക്കിനി അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റ് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഇത്രയും കാര്യം ഒന്നുകൂടെ പഠിച്ചു പോവാം. അപ്പൊ നമുക്ക് പഠിച്ചങ്ങ് പോവാം. മികച്ച ചിത്രം ഏതാണ്? മികച്ച ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ്. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ് മികച്ച ചിത്രം. മികച്ച സംവിധായകൻ പോൾ തോമസ് ആൻഡേഴ്സൺ ആണ്. ചിത്രം ഏതാണ്? വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ്. ഇനി നമ്മുടെ മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തത് മൈക്കിൾ ബി ജോർദനെയാണ്. ചിത്രം ഏതാണ്? സിന്നേഴ്സ് ആണ്. മികച്ച നടി ആരാണ്? ജെസി ബക്സിയാണ്. മികച്ച നടി ആരാണ്? ജെസി ബക്സിയാണ്. ചിത്രം ഏതാണ്? ഹാംനെറ്റ് എന്ന് പറഞ്ഞ അഭിനയത്തിനാണ് ജെസി ബക്സിക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. അതുപോലെ തന്നെ മികച്ച ഛായാഗ്രഹണം ഓട്ടോമൻ ഡുറാൾഡ് ആർക്കപ്പോവാണ്. സിന്നേഴ്സ് എന്ന് പറഞ്ഞ ചിത്രമാണ്. അതുപോലെ തന്നെ ഈ ഒരു വിഭാഗത്തിൽ പുരസ്കാരം നേടുന്ന ആദ്യ വനിതയും ആദ്യ കറുത്തവർഗക്കാരിയുമാണ് ഓട്ടം ഡുറാൾഡ് ആർക്കപ്പോവ്. മികച്ച ഒറിജിനൽ തിരക്കഥ റയാൻ കൂഗ്ലർ ആണ്. ചിത്രം സിന്നേഴ്സ് ആണ്. മികച്ച വിദേശ ഭാഷാ ചിത്രം സെന്റിമെന്റൽ വാല്യൂ എന്ന് പറഞ്ഞ ചിത്രമാണ്. നോർവേയിൽ നിന്ന് വിദേശ ഭാഷാ ചിത്രത്തിനുള്ള പുരസ്കാരം നേടുന്ന ആദ്യ ചിത്രം കൂടിയാണ് സെന്റിമെന്റൽ വാല്യൂ കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റുകൾ നോക്കിപ്പോ. മികച്ച സഹനടൻ നോക്കാമേ. മികച്ച സഹനടനുള്ള പുരസ്കാരം ഷോൺ പെന്നിനാണ് കേട്ടോ. മികച്ച സഹനടൻ ഷോൺ പെന്നിനാണ്. ചിത്രം ഏതാണ്? വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന് പറഞ്ഞ ചിത്രത്തിനാണ് മികച്ച സഹനടനുള്ള പുരസ്കാരം ഷോൺ പെൻ കേട്ടോ. മികച്ച സഹനടൻ ആരാണ്? ഷോൺ പെൻ. ചിത്രം ഏതാണ്? വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. മികച്ച സഹനടിക്കുള്ള പുരസ്കാരം എയ്മി മാഡിഗൻ ആണ് കേട്ടോ. മികച്ച സഹനടി ആരാണ്? എയ്മി മാഡിഗൻ ആണ്. ചിത്രം വെപ്പൺസ് ആണ് കേട്ടോ. വെപ്പൺസ് എന്ന് പറഞ്ഞ ചിത്രമാണ്. പഠിച്ചു വെക്കുക. മികച്ച സഹനടി എയ്മി മാഡിഗൻ, ചിത്രം വെപ്പൺസ്. അപ്പൊ ഒന്നുകൂടെ പറയാം. മികച്ച സഹനടൻ ഷോൺ പെന്ന്, ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. മികച്ച സഹനടി എയ്മി മാഡിഗൻ, ചിത്രം വെപ്പൺസ് ആണ്. അതുപോലെ തന്നെ മികച്ച ഒറിജിനൽ സോങ് അഥവാ ഗാനം കേട്ടോ. മികച്ച ഒറിജിനൽ ഗാനം അഥവാ മികച്ച ഒറിജിനൽ സോങ് ആയിട്ട് തിരഞ്ഞെടുത്തത് ഗോൾഡൻ എന്ന് പറഞ്ഞ സോങ് ആണ്. ആ സോങ് പാടിയതും അത് അവതരിപ്പിച്ചതും കെ പോപ്പ് ഡെമൺ ഹണ്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരു ട്രൂപ്പാണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. മികച്ച ഒറിജിനൽ സോങ് ആയിട്ട് തിരഞ്ഞെടുത്തത് ഗോൾഡൻ എന്ന് പറഞ്ഞ സോങ് ആണ്. അതാരാണ് പാടിയത്? കെ പോപ്പ് ഡെമൺ ഹണ്ടേഴ്സ് ആണ്. അതുപോലെ തന്നെ മികച്ച ആനിമേഷൻ ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് കെ പോപ്പ് ഡെമൺ ഹണ്ടേഴ്സ് ആണ് കേട്ടോ. കെ പോപ്പ് ഡെമൺ ഹണ്ടേഴ്സ് ആണ്. അപ്പൊ പഠിച്ചു വെക്കണം. മികച്ച ആനിമേഷൻ ചിത്രം ഏതാണ്? കെ പോപ്പ് ഡെമൺ ഹണ്ടേഴ്സ് ആണ്. അടുത്ത പോയിന്റ് നോക്കാം. കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് നമ്മുടെ 98ാമത് ഓസ്കാറിൽ കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ ചിത്രം ഏതാണെന്ന് നോക്കാം. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ കേട്ടോ. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമയ്ക്ക് എന്താണ് 6 പുരസ്കാരങ്ങളാണ് ഈ ഒരു ഓസ്കാർ പുരസ്കാരങ്ങളിൽ ലഭിച്ചത് കേട്ടോ. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രത്തിന് 6 പുരസ്കാരങ്ങളാണ് ലഭിച്ചത്. അതായത് ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ ഈ ഒരു വർഷം നേടിയ ചിത്രമാണ് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. 6 പുരസ്കാരങ്ങൾ. മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച സഹനടൻ, മികച്ച അവലംബിത തിരക്കഥ, മികച്ച ഫിലിം എഡിറ്റിംഗ്, മികച്ച കാസ്റ്റിംഗ് എന്നീ പുരസ്കാരങ്ങളാണ്. അപ്പോൾ പഠിച്ചു വെക്കുക. ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ 2026 ഓസ്കാർ പുരസ്കാരത്തിലെ ചിത്രം ഏതാണ്? വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ്. 6 പുരസ്കാരങ്ങളാണ് നേടിയത് കേട്ടോ. ഏതൊക്കെയാണ്? മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച സഹനടൻ, മികച്ച അവലംബിത തിരക്കഥ, മികച്ച ഫിലിം എഡിറ്റിംഗ്, മികച്ച കാസ്റ്റിംഗ്. അതുപോലെ തന്നെ സിന്നേഴ്സ് എന്ന് പറഞ്ഞ ചിത്രത്തിന് 4 പുരസ്കാരങ്ങളും, അതുപോലെ തന്നെ ഫ്രാങ്കൻടൈൻ എന്ന് പറഞ്ഞ ചിത്രത്തിന് 3 പുരസ്കാരങ്ങളും ലഭിച്ചു. ഇനി അടുത്ത പോയിട്ട് നോക്കാം. ഓസ്കാർ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നാമനിർദ്ദേശങ്ങൾ ലഭിച്ച ചിത്രമായി സിന്നേഴ്സ് മാറി കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാം. 16 നോമിനേഷൻസ് ആയി ഈ ഒരു നാമനിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നോമിനേഷൻസ് അല്ലേ. 16 നോമിനേഷൻസ് ആണ് ഈ ഒരു ചിത്രത്തിന് വേണ്ടി പോയത്. അപ്പൊ പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. ഓസ്കാർ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നാമനിർദ്ദേശങ്ങൾ ലഭിച്ച ചിത്രമായിട്ട് സിന്നേഴ്സ് മാറി. എത്ര നാമനിർദ്ദേശങ്ങളാണ് പോയത്? 16 നോമിനേഷൻസ് ആണ് പോയത്. ഏറ്റവും കൂടുതൽ കറുത്ത വർഗ്ഗക്കാർ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട റെക്കോർഡും ഈ ഒരു ചിത്രം സ്വന്തമാക്കി കേട്ടോ. അപ്പൊ അതോടെ പഠിച്ചു വെക്കണം. ഏറ്റവും കൂടുതൽ കറുത്ത വർഗ്ഗക്കാർ, അതായത് 10 പേർ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട റെക്കോർഡും ഈ ഒരു ചിത്രം സ്വന്തമാക്കി. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. ഓസ്കാർ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നാമനിർദ്ദേശങ്ങൾ ലഭിച്ച
ചിത്രമായി സിന്നേഴ്സ് മാറി. 16 നാമനിർദ്ദേശങ്ങൾ പോയി. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ കറുത്ത വർഗ്ഗക്കാർ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട റെക്കോർഡും ഈ ഒരു സിനിമ സ്വന്തമാക്കി. 10 കറുത്ത വർഗ്ഗക്കാരാണ് നാമനിർദ്ദേശത്തിന് പോയത്. അടുത്ത പോയിന്റ്, ഇത്തവണ മുതൽ ആരംഭിച്ച മികച്ച കാസ്റ്റിംഗിനുള്ള ആദ്യ പുരസ്കാരം ലഭിച്ചത് കസാന്ദ്ര കുലുക്കുണ്ടിസിസ് ആണ്. കസാന്ദ്ര കുലുക്കുണ്ടിസ് എന്ന് പറഞ്ഞ അവർക്കാണ്. കസാന്ദ്ര കുലുക്കുണ്ടിസ് എന്നാണ്. ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന് പറഞ്ഞ ചിത്രത്തിനാണ്. പഠിച്ചു വെക്കണം. ഇത്തവണ മുതൽ ആരംഭിച്ച മികച്ച കാസ്റ്റിംഗിനുള്ള ആദ്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? കസാന്ദ്ര കുലുക്കുണ്ടിസിസ് ആണ്. കസാന്ദ്ര കുലുക്കുണ്ടിസിസ് ആണ്. ചിത്രം ഏതാണ്? വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ്. അടുത്തത് നമ്മൾ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഓസ്കാർ പുരസ്കാരം നോക്കാം. അതായത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഓസ്കാറുമായിട്ട് 2026 ഓസ്കാറിലെ ഔദ്യോഗിക എൻട്രി ഏത് ചിത്രമാണെന്ന് നോക്കാം, പഠിക്കാം. ഇന്ത്യയുടെ ഓസ്കാർ 2026 ഔദ്യോഗിക എൻട്രി ആയിട്ടുള്ള ചിത്രം നീരജ് ഖേവാന്റെ ഹോം ബൗണ്ട് എന്ന് പറഞ്ഞ സിനിമയാണ്. പഠിച്ചു വെക്കണം. ഇന്ത്യയുടെ 2026 ഓസ്കാറിന്റെ ഔദ്യോഗിക എൻട്രി ഏത് സിനിമയാണ്? ഹോം ബൗണ്ട് ആണ് കേട്ടോ. ഹോം ബൗണ്ട് ആണ്. ഹോം ബൗണ്ടിന്റെ സംവിധായകനാണ് നീരജ് ഖവാൻ കേട്ടോ. നീരജ് ഖവാൻ പഠിച്ചു വെക്കുക. ഇന്ത്യയുടെ ഓസ്കാർ 2026 ഔദ്യോഗിക എൻട്രി ആയിട്ടുള്ള സിനിമ ഏതായിരുന്നു? നീരജ് ഖവാന്റെ ഹോം ബൗണ്ട് ആണ്. അടുത്ത പോയിന്റ്, 98ാമത് ഓസ്കാർ അവാർഡിലെ മികച്ച അന്താരാഷ്ട്ര ചിത്രത്തിനുള്ള പുരസ്കാരം പ്രഖ്യാപിച്ചത് ജാവിയർ ബാർഡനോമും പ്രിയങ്ക ചോപ്രയുമായിരുന്നു കേട്ടോ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെയുള്ള ചോദ്യങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് ഓസ്കാറുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ പരീക്ഷയ്ക്ക് ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. 98ാമത് ഓസ്കാർ അവാർഡിലെ മികച്ച അന്താരാഷ്ട്ര ചിത്രത്തിനുള്ള പുരസ്കാരം പ്രഖ്യാപിച്ചത് ജാവിയർ ബാർഡനോടൊപ്പം ഏത് ഇന്ത്യൻ നടിയുമായിരുന്നു എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ആരായിരുന്നു? പ്രിയങ്ക ചോപ്രയാണ് കേട്ടോ. പ്രിയങ്ക ചോപ്രയാണ്. പഠിച്ചു നോക്കണേ. ഒന്നുകൂടെ പറയാം. 98ാമത് ഓസ്കാർ അവാർഡിലെ മികച്ച അന്താരാഷ്ട്ര ചിത്രത്തിനുള്ള പുരസ്കാരം പ്രഖ്യാപിച്ചത് ജാവിയർ ബാർഡനോടൊപ്പം നമ്മുടെ ബോളിവുഡ് നടിയായിട്ടുള്ള പ്രിയങ്ക ചോപ്രയും ആയിരുന്നു കേട്ടോ. 2016 ശേഷം ഇത് 2ാം തവണയാണ് പ്രിയങ്ക ഓസ്കാർ വേദിയിൽ എത്തുന്നത് കേട്ടോ. പഠിച്ചു നോക്കണേ. 2016 ശേഷം ഇത് 2ാം തവണയാണ് പ്രിയങ്ക ഓസ്കാർ വേദിയിൽ എത്തുന്നത്. 2023 ദീപിക പദുക്കോണും ഈ നേട്ടം കൈവരിച്ചിരുന്നു കേട്ടോ. 2023 ദീപിക പദുക്കോണും ഈ ഒരു നേട്ടം കൈവരിച്ചിരുന്നു. അടുത്ത പോയിന്റ് നോക്കാം. ഗീത ഗാദ്ബീർ അതായത് ഇന്ത്യൻ വംശജയായ ഇവർ ഡോക്യുമെന്ററി വിഭാഗത്തിൽ മത്സര രംഗത്തുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഒന്ന് ഓർത്തു വെക്കണേ. ഗീത ഗാദ്ബീർ കേട്ടോ. ഗീത ഗാദ്ബീർ ആരാണ്? ഇന്ത്യൻ വംശജയാണ്. ഇന്ത്യൻ വംശജയായ ഗീത ഗാദ്ബീർ ഇവർ ഡോക്യുമെന്ററി വിഭാഗത്തിൽ, അതായത് അവരുടെ ചിത്രം ഇതായിരുന്നു, ഡോക്യുമെന്ററി ഇതായിരുന്നു. ദ പെർഫെക്റ്റ് നെയ്ബർ ദ ഡെവിൾ ഈസ് ബുസി എന്ന് പറഞ്ഞ ഡോക്യുമെന്ററി വിഭാഗത്തിൽ ഇവർ മത്സര രംഗത്തു ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ മഹാ അവതാർ നരസിംഹ, അടുത്ത പോയിന്റ് ആണ്. മഹാ അവതാർ നരസിംഹ എന്ന് പറഞ്ഞ ചിത്രം മികച്ച ആനിമേഷൻ ചിത്രത്തിനുള്ള എലിജിബിലിറ്റി ലിസ്റ്റിൽ ഇടം പിടിച്ച ഇന്ത്യൻ ചിത്രമാണ് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കാം. 98ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ആനിമേഷൻ ചിത്രത്തിനുള്ള എലിജിബിലിറ്റി ലിസ്റ്റിൽ ഇടം പിടിച്ച ഇന്ത്യൻ ചിത്രം ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഏതാണ്? മഹാ അവതാർ നരസിംഹ. മഹാ അവതാർ നരസിംഹ. അപ്പൊ ഇത്രയുമാണ് നമ്മൾ 98ാമത് ഓസ്കാർ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടതും പഠിക്കേണ്ടതുമായിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഹൈപ്പ് ചെയ്ത് ബാക്കിയുള്ള കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്ന് ശ്രമിക്കണേ. അതുപോലെ തന്നെ വളരെ എഫേർട്ട് എടുത്താണ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ 10th ലെവൽ ബാച്ച്, ടെലഗ്രാമിലെ 10th ലെവൽ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലോട്ട് വാട്സ്ആപ്പ് ചെയ്യുക. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ നമ്മളെല്ലാ നോട്ട്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ ഈ നോട്ട്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെയിം നമ്പറിലോട്ട് തന്നെ വാട്സ്ആപ്പ് ചെയ്താൽ മതി. അപ്പം പുതിയൊരു ക്ലാസ്സുകളുമായിട്ടൊക്കെ ഉടനെ നമ്മൾ നമ്മുടെ യൂട്യൂബിൽ വരുന്നതാണ്. അപ്പോൾ ചാനൽ മാക്സിമം ഫോളോ അപ്പ് ചെയ്ത് തന്നെ വെക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ കാണുന്നതാണ്. ക്ലാസ് അവസാനം വരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും